നമ്മൾ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് പോലും എനിക്ക് അറിയാം. അത് നിങ്ങൾ ചുമ്മാ ഇവിടെ നിന്നിട്ട് കസേരയിൽ നിന്ന് പറയുന്നുണ്ട്. അത് ഓരോരോ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ അങ്ങനെ പൈപ്പിനകത്തൂടെ വലിയ പൈപ്പിനകത്തൂടെ ഓയിൽ പോകുന്നതിന്റെ വെലോസിറ്റി ഒക്കെ വെച്ചിട്ട് എന്തോരം കണക്കുകൾ പോകും. ഈ പൈപ്പിനകത്ത് ഇത്ര വെലോസിറ്റി മാത്രമേ ഓയിൽ പോകാൻ പാടുള്ളൂ. അത് കൂടുതൽ പോയി കഴിഞ്ഞാൽ ചില മറ്റു ഇഷ്യൂസുകൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആ വെലോസിറ്റി കണ്ടുപിടിക്കാനൊക്കെ അതിന് ഇതൊക്കെ ഉപയോഗിക്കും. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പേരുണ്ട്. ചുമ്മാ ഒന്നും ഇത് ചെയ്യത്തില്ല. സംഭവം അങ്ങനെയല്ല. സാധാരണക്കാരന് ആവശ്യമുള്ള സാധനമല്ല ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനൊക്കെ. ഹയർ സ്റ്റഡീസിന് പോകണവർ, എഞ്ചിനീയേഴ്സ്, ഇവർക്കൊക്കെയാണ് ഇത് ആക്ച്വലി ആവശ്യം. സാധാരണക്കാരന് ആവശ്യമുള്ള ബേസിക് സാധനങ്ങളൊന്നും നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. നാട്ടിലെ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഒരു ബാങ്കിൽ പോയാൽ എന്ത് ചെയ്യണം, എങ്ങനെ പണം അടയ്ക്കണം, എങ്ങനെ ലോൺ അടക്കണം, ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ അച്ഛനന്മാരോട് ചോദിച്ച് പഠിച്ചോ, അല്ലെങ്കിൽ വല്ല ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പഠിച്ചോ എന്ന മട്ടില്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈ അടുത്തിറങ്ങിയൊരു സിനിമയാണ് കോട്ട്. അതിലൊരു സീനുണ്ട്, റിയൽ ലൈഫിൽ പലയിടത്തും നടക്കുന്ന കാര്യമാണ്. 2 സ്കൂൾ കുട്ടികൾ 10ലോ +2ലോ എന്തോ പഠിക്കുന്ന അവർ തമ്മിൽ റിലേഷനിലാവുന്നു, ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആവുന്നു. എന്നിട്ട് ആ പയ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. 18 വയസ്സിൽ താഴെയുള്ള 2 പേര് തമ്മിലുള്ള കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്സ്വൽ റിലേഷൻഷിപ്പ് പോലും നിയമവിരുദ്ധമാണ്. അത് ആ പയ്യൻ്റെ നേരെ കേസ് ചാർജ് ചെയ്യപ്പെടും എന്നൊക്കെ ഇവിടെ പലർക്കും അറിയില്ല. അതാരും പഠിപ്പിക്കുന്നില്ല. അതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, പല നിയമങ്ങളും ഉണ്ട് പിള്ളേർ അറിഞ്ഞിരിക്കേണ്ട, സ്കൂളിൽ പഠിക്കുന്ന പലരും അറിഞ്ഞിരിക്കേണ്ട പല നിയമങ്ങളും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു പയ്യൻ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോണ വഴിക്ക് ഇഷ്ടംപോലെ ഗട്ടറുണ്ട്. ആ ഗട്ടറിൽ മറിഞ്ഞ് ഓട്ടോറിക്ഷയും വാനും മറിഞ്ഞ് കുറേ പേര് അപകടത്തിൽപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഗട്ടർ കണ്ട എന്താ ചെയ്യണ്ടേ? എവിടെ പരാതി കൊടുക്കണം ഈ റോഡൊന്ന് നന്നാക്കാൻ എന്നൊക്കെ വല്ലതാ പയ്യൻ അറിയോ? പയ്യൻ പോട്ടെ, അത് നമ്മൾ കോളേജ് കഴിഞ്ഞാൽ പോലും അറിയത്തില്ല. നമ്മൾ അതിനുവേണ്ടി അന്വേഷിച്ച് വല്ല ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അല്ലാതെ ഇത്തരത്തിലുള്ള ബേസിക് നോളജ്, ബേസിക് അറിവ്, ബേസിക് ഡേ ടു ഡേ കാര്യങ്ങൾ, ഒരു പ്രശ്നം വന്ന, ഒരു പ്രൊഡക്റ്റിന് ഒരു പ്രശ്നം വന്നാൽ എവിടെ കംപ്ലൈൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ, ഇതൊക്കെ നമ്മൾ എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിലെ സിലബസിൽ ഉൾപ്പെടുത്തേണ്ട ടൈം അതിക്രമിച്ചില്ലേ? പക്ഷേ ഇല്ല, ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കില്ല. ഇതൊക്കെ നിങ്ങളിതിൻ്റെ ഹയർ സ്റ്റഡീസിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ വല്ല പോലീസോ വക്കീലോ ആണെങ്കിൽ മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ നാട്ടിലെ നിയമങ്ങളും കാര്യങ്ങളൊന്നും സാധാരണക്കാർ അറിയണ്ട. നിങ്ങൾ ഡിഫറൻസിയേഷൻ, ട്രിഗ്നോമെട്രി, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, മാഗ്മ, ലാവ, ഇതൊക്കെ മാത്രം പഠിച്ചാൽ മതി. അതാണ് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം.